കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ജെറമ്യ പുസ്തകത്തിൽ വായനയാണ് 1-ാം അധ്യായം 9-ാം തിരുവചനം. നാവിൻ്റെ ദുരുപയോഗം നമുക്ക് നോക്കാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. നാവും അധരവും സംസാരിക്കാനുള്ളതാണ്. ദൈവത്തോട് സംസാരിക്കുന്നതിനെ പ്രാർത്ഥന എന്ന് പറയാം. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ദൈവസ്തുതിപ്പ്, ദൈവാരാധന, യാചന, മാപ്പ് ചോദിക്കുക, മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. കാരണം മനുഷ്യനുള്ള എല്ലാ നന്മകളും ദൈവദാനമാണ്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണെന്ന് സുഭാഷിത പുസ്തകത്തിൽ പറയുന്നുണ്ട്. മനുഷ്യരോട് നന്മ സംസാരിക്കുക, വചനപ്രഘോഷണം, ദൈവവചനം വായിക്കുകയും ദൈവവചനം ഏറ്റുപറയുകയും ചെയ്യുക. വചനം ഏറ്റുപറഞ്ഞ് മനഃപ്പാഠമാക്കുക. അത്ഭുതങ്ങൾ, രോഗശാന്തികൾ ഇവയ്ക്കായി പ്രാർത്ഥിക്കുക. വലിയ ജനക്കൂട്ടത്തോട് ദൈവവചനം പ്രഘോഷിക്കുകയും ദൈവവചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യുക. സാക്ഷ്യം പറയുക. ഇവയൊക്കെ നാവിൻ്റെ സതുപയോഗങ്ങളാണ്. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വചനം പറയുന്നുണ്ട്. നമ്മുടെ നാവ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. സാക്ഷ്യം പറയുക, പ്രബോധനം നൽകുക, പാട്ടുപാടുക, പാട്ട് പഠിപ്പിക്കുക. എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാവ് പരസ്പര സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. നന്മ മാത്രം പറയുന്ന യേശുവിൻ്റെ നാവ് ജ്ഞാനവചസ്സുകൾ നൽകുന്നു. സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിങ്ങൾ എൻ്റെ നാവ് പോലെ ആയിത്തീരും. നിങ്ങളുടെ സംസാരം അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ. ബാക്കിയുള്ളതെല്ലാം തിന്മയിൽ നിന്നാകുന്നു. നമ്മുടെ മാതാപിതാക്കളെ, മേലധികാരികളെ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നാം അനുസരിക്കാതെയോ അവരെ നിന്ദിച്ചു പറയുകയോ ചെയ്യുമ്പോഴെല്ലാം നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ്. അത് നമ്മുടെ അഭിഷേകത്തിന് കുറവ് വരുത്തുന്നു. അതിനാൽ നാവിൻ്റെയും അധരങ്ങളുടെയും വിശദീകരണത്തിലൂടെ മാത്രമേ ദൈവവചനം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കൂ. വിശദീകരണത്തിനായി ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ അധരത്തെയും നാവിനെയും വിശദീകരിക്കാനും വചനം കൂടുതൽ വായിച്ച് ധ്യാനിക്കാനും വചനം ഹൃദയത്തിൽ നിറയ്ക്കാനും നാം പരിശ്രമിക്കണം. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരങ്ങൾ സംസാരിച്ചാൽ ദൈവസ്നേഹം തുളുമ്പുന്ന വചനങ്ങൾ മാത്രമേ വരികയുള്ളൂ. ദൈവത്തിൻ്റെ നാവ് പ്രോത്സാഹിപ്പിക്കുന്ന നാവാണ്, അനുഗ്രഹിക്കുന്ന നാവാണ്. നീ എനിക്ക് അമൂല്യനും ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ്. നിൻ്റെ പേര് എൻ്റെ കൈവെള്ളയിൽ എഴുതിയിരിക്കുന്നു. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നിറഞ്ഞ പദ്ധതി. കർത്താവ് നിനക്ക് കഷ്ടതയപ്പം ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ എൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ദൈവവചനം കേൾക്കുന്നവർക്ക് ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും പരിശുദ്ധാത്മാ അഭിഷേകവും ദൈവസ്നേഹ അഭിഷേകവും പ്രേഷിത ശക്തി ഇവയോടൊപ്പം നിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കൃപാമാരി കർത്താവ് ചൊരിയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസിനോട് യഹൂദ വിശ്വാസികൾ ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം ഏൽക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം കിട്ടും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നവർക്കുമാണ്. പരദൂഷണവും ആത്മപ്രശംസയും പറയുന്ന നാവ്. മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിൻ്റെ വാക്കുകളാൽ
നീ നീതീകരിക്കപ്പെടും. നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അശുദ്ധി നിറഞ്ഞ ഹൃദയമാണെങ്കിൽ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്നു. ഉള്ളിൽ അശുദ്ധി ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കുകയില്ല. തിന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അതരം സംസാരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന മൂർച്ചയേറിയ വാക്കുകളായിരിക്കും. അത് കാട്ടുതീ പോലെ പടരുകയും ചെയ്യും. നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. യാക്കോബിൻ്റെ സുവിശേഷത്തിൽ ഈ വചനം പറയുന്നുണ്ട്, അശുദ്ധിയെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ നാവിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊക്കെ പ്രതിവിധി എന്താ നമുക്ക് നോക്കാം. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. നാവാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ നയിക്കുന്നത്. വലിയ കപ്പലുകളെ നിയന്ത്രിക്കുന്ന ചെറിയ ചുക്കാൻ പോലെയാണ് നമ്മുടെ നാവ്. നമ്മെ ഒരേ സമയം അനുസരണത്തിലേക്കും അതേസമയം തന്നെ വലിയ തിന്മയിലേക്കും അത് നയിക്കുന്നു. ഇതിനുള്ള പ്രതിവിധി മാനസാന്തരമാണ്, ആഴത്തിലുള്ള മാനസാന്തരം. പാപത്തെ, അശുദ്ധിയെ വെറുത്തുപേക്ഷിച്ചുകൊണ്ടുള്ള മാനസാന്തരം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ദൈവാനുഭവമുള്ള വചനപ്രഘോഷകർ, യേശുവിൻ്റെ രക്ഷ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവർ, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുള്ളവർ വചനം പ്രസംഗിക്കും. വചനം പ്രഘോഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. പാപബന്ധനങ്ങൾ വിട്ടുപോകുന്നു. ദുഷ്തർക്കങ്ങൾ, വാശി, വൈരാഗ്യങ്ങൾ എന്നിവ വിട്ടുപോകുന്നു. സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കപ്പെടും. പൈശാചിക പീഡകൾ നിർവീര്യമാകുന്നു. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന നല്ല വാക്കുകൾ അനേകർക്ക് ആശ്വാസവും പ്രത്യാശ, പ്രോത്സാഹനം, വിശ്വാസത്തിൻ്റെ ഉണർവ്, ആന്തരിക സൗഖ്യം, സമാധാനം, സന്തോഷം ഇവ നൽകുന്നു. ഇവയെല്ലാം നാവിൻ്റെ സതുപയോഗ ഫലങ്ങളാണ്. അശുദ്ധിയെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ നാവിൽ നിന്നും നന്മ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.